ഒരിക്കൽ തോന്നിയ സംശയം ഇനി ഇതുപോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഡോക്ടർക്ക് തോന്നില്ലെന്ന് എന്താ ഉറപ്പ്? ഇല്ല മോളെ, അവന് വേണ്ടി അവന്റെ മമ്മി അന്നിനോട് വാക്കു പറയുന്നത്. ഇനി ഒരിക്കലും ജോബിന്റെ ഭാഗത്തു നിന്നും അങ്ങനൊരു തെറ്റ് ആവർത്തിക്കില്ല. അതുകൊണ്ട് മോള് കഴിഞ്ഞതൊക്കെ മറന്ന് ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണം. തിരിച്ചു ചെല്ലുമ്പോ നീയും എന്റെ ഒപ്പം കാണുമെന്ന് ഞാൻ അവനോട് വാക്കു പറഞ്ഞിട്ടാ പോന്നത്. ആന്റി ക്ഷമിക്കണം. ഇവിടെ നിൽക്കാനുള്ള തീരുമാനത്തിൽ ഉടനെ ഒരു മാറ്റം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി അവിടേക്ക് വരാൻ എനിക്ക് മെന്റലി ഒന്ന് പ്രിപ്പയർഡ് ആവണം. അതിന് എനിക്കിനി സമയം വേണം. അതുകൊണ്ട് ആന്റിനെ നിർബന്ധിക്കരുത് പ്ലീസ്. അല്ലേ ടീച്ചറെ, ടീച്ചറിന് എന്ത് പണിയാ കാണിക്കുന്നേ? അവളിവിടെ കുറച്ചു ദിവസം നിന്നെന്ന് കരുതി ടീച്ചർക്ക് മോനി എന്തു ദോഷം സംഭവിക്കാനാ? ടീച്ചറോട് ഞാൻ പറഞ്ഞല്ലേ ഗർഭിണിയായിട്ടിരിക്കുന്ന കൊച്ചിന്റെ മനസ്സ് വിഷമിപ്പിക്കരുതെന്ന്. പിന്നെന്താ ഇങ്ങനെ? ഞാൻ അവളെ നിർബന്ധിച്ചതൊന്നും അല്ല ഇന്ദിരാമ്മേ. വരുന്നോന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. വരാൻ ഇപ്പൊ അവൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചു. അതെനിക്ക് മനസ്സിലാവുകയും ചെയ്തു. അല്ലാതെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും ഞാൻ ഇവളെ തട്ടിക്കൊണ്ടു പോകാനൊന്നും പോകുന്നില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. നിനക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. നീ പറഞ്ഞതും എനിക്ക് മനസ്സിലായി. സാരമില്ല മാളു, നിനക്കെപ്പോ അങ്ങോട്ട് വരാൻ തോന്നുന്നോ അപ്പൊ നീ വന്നാ മതി. പോട്ടെ ഇന്ദിരാമേ, ഇറങ്ങട്ടെ. ഞാൻ വിളിച്ച വരുമെന്നായിരുന്നു എന്റെ പ്രതീക്ഷ. എന്റെ മോനായിട്ടാ അതില്ലാതാക്കിയത്. സാരമില്ല, അവളിവിടെ നിന്നോട്ടെ. ഇറങ്ങട്ടെ അശ്വതി. ടീച്ചറമ്മയ്ക്ക് ഞാൻ അങ്ങോട്ട് പറഞ്ഞ ബോധ്യപ്പെട്ടിട്ടില്ല. ഇനി അതിന്റെ പേരിൽ വഴക്കിന് വരുമോ എന്തോ. ദേ അശ്വതി, കൊച്ചിന് ആവശ്യമില്ലാതെ മനസ്സ് വിഷമിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. അത് നീ തന്നെ ടീച്ചറിനോടൊന്ന് വിളിച്ച് പറഞ്ഞേക്കണം. വി പി എന്താ ഈ റൂമില്? ഒന്നുമില്ല, ഞാൻ ഇവളുടെ റൂമൊക്കെ ഒന്ന് നോക്കായിരുന്നു. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് ഒന്നും ഇല്ല ഇവിടെ? അതെങ്ങനെ ഇവിടെ കാണുക? അതെല്ലാം അവളുടെ കൈവശമല്ലേ. ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് റെഫർ ചെയ്യാൻ 1-2 ടെക്സ്റ്റ് ബുക്കോ നോട്ട്സോ കാണില്ലേ? ഞാനത് നോക്കിയെന്നേ ഉള്ളൂ. അല്ലടോ, ഇതെന്താ ഇത്രയൊക്കെ മെഡിസിൻ? ഇതൊക്കെ അപ്പ് കഴിക്കുന്നതാണോ? അതെ, അവള് കുറച്ചു നാളായിട്ട് മെഡിസിൻസ് എടുക്കുന്നുണ്ടായിരുന്നു. ഇത് താൻ നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ്റെതാണോ? അല്ല, ഇത് അവക്ക് കുറച്ചു നാളായിട്ട് സ്റ്റൊമക് പെയിൻ ഉണ്ടായിരുന്നു, അതിന്റെയാ. ഡിപ്രഷൻ, സ്റ്റൊമക് പെയിൻ. എന്താടോ, അപ്പോൾ ഫിസിക്കലി കാര്യമായിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇതിപ്പോ കുറെ മെഡിസിൻസ് ഉണ്ടല്ലോ. ബി പി ഇപ്പൊ എന്തിനാ ഇതൊക്കെ കുത്തിയും കിഴിച്ച് നോക്കുന്നത്? ഇതൊക്കെ കഴിഞ്ഞതല്ലേ, അവക്ക് ഒരു കുഴപ്പമില്ല. മെഡിസിനും എടുക്കുന്നില്ല, അത്രയും അറിഞ്ഞാ പോരെ? അതിന് താനെന്തിനാ എന്നോട് ചൂടാവുന്നത്? ഞാൻ ഓരോ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയല്ലേ ചോദിക്കുന്നത്. ആവശ്യമുള്ള കാര്യങ്ങൾ അറിഞ്ഞാ പോരെ? ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിട്ട് ബി പിക്ക് ഒരു പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആര് പറഞ്ഞു പ്രയോജനമില്ലാന്ന്? എന്റെ ഓർമ്മയിൽ അപ്പൂന് യാതൊരുവിധ ഫിസിക്കൽ പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ദേ കണ്ടില്ലേ, 1.5 വർഷത്തെ ഇന്റർവെല്ലിൽ
അപ്പു ഒരു രോഗിയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞില്ലേ? അവൾക്ക് എന്തൊക്കെ രോഗങ്ങൾ ഉണ്ടായിരുന്നെന്ന് അറിഞ്ഞു വെക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ശരി, എന്ത് വേണേലും അയക്കോ, ഞാനൊന്നും പറയുന്നില്ല. ഞാനിങ്ങനെ സംശയങ്ങൾ ചോദിക്കുന്നത് തനിക്ക് ഇഷ്ടമാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടല്ലോ. ഇഷ്ടമാകാഞ്ഞിട്ടൊന്നും അല്ല, വിപിയുടെ ചില ചോദ്യങ്ങൾ എന്നെയും ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാ. ഓക്കെ, ഐ എം സോറി. ഇനി തന്നെ ഡിസ്റ്റർബ് ചെയ്യാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ ഞാൻ ശ്രമിക്കാം. ആ നന്ദൻ, വരൂ. എന്താ പെട്ടെന്ന്? വരുന്ന കാര്യം വിളിച്ചു പോലും പറഞ്ഞില്ല. മാഡം, ഞാനൊരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാ. പണിക്കർ സാറ് ഇവിടെയുണ്ട്. അപ്പുവിന്റെ റൂം വൃത്തിയാക്കുക. എന്താ നന്ദാ കാര്യം? അത് പറയാം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. നമ്മുടെ ഈ സംസാരത്തിനിടയിൽ എപ്പോഴെങ്കിലും പണിക്കർ സാറ് വന്നാൽ ഞാൻ വേറെ ഏതെങ്കിലും ടോപ്പിക്കിലേക്ക് മാറും. എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പുറത്ത് കുറച്ച് മാറി ഞാൻ വെയിറ്റ് ചെയ്യും. മാഡം പണിക്കർ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടാതെ അവിടേക്കൊന്ന് വരണം. എന്താ നന്ദാ, എന്തെങ്കിലും അത്യാവശ്യ കാര്യമാണോ? വിഷയം അപ്പുവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്താ, അപ്പുവിന് എന്ത് പറ്റി? ഏയ്, പേടിക്കാനൊന്നുമില്ല. അപ്പുവിൻ്റെ വക്കീലോ? എന്താ വക്കീലെ, എന്തെങ്കിലും പുതിയ വാർത്തയുണ്ടോ? ഏയ്, നത്തിങ് സാർ. ഞാൻ ഇതുവഴി പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയെന്നേ ഉള്ളൂ. സാറിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയാലോ എന്ന് കരുതി. ഓ, നമുക്കിപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലെന്ന്. അത്യാവശ്യം വീട് ക്ലീനിങ്ങും ശ്രീമതിയെ കുക്കിങ്ങിൽ സഹായിക്കലൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. പിന്നെ ഇടയ്ക്ക് പണിമുടക്കിയ കാലത്തിന് ഒന്ന് തിരിച്ചു പിടിക്കാനൊരു ശ്രമവും. എന്നിട്ട് ആ ശ്രമം വിജയിക്കുന്നുണ്ടോ സാർ? വിജയിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാറായിട്ടില്ല, എങ്കിലും അതിൻ്റെ കുറച്ച് സിഗ്നലുകളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. വെരി ഗുഡ് സാർ. സാർ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ ഓൾ ഓൺ എ സഡൻ ഓർമ്മശക്തി തിരിച്ചു കിട്ടിയാൽ അത് നല്ലതാണല്ലോ. ആ, ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് നന്ദൻ. ദോഷം പറയരുതല്ലോ. അതിന് ഗീതയുടെ ഭാഗത്തുനിന്ന് ഫുൾ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. പിന്നെ എന്തൊക്കെയാ വിശേഷങ്ങൾ? പ്രത്യേകിച്ചൊന്നുമില്ല സാർ. പിന്നെ സാറിനെ കാണാൻ വന്നത് ഒരു ചെറിയ കാര്യം അറിയിക്കാൻ കൂടിയാ. എന്താ അത്, പറയൂ. സാറിന് എന്നോട് പറഞ്ഞിരുന്നില്ലേ പ്രശ്നം ഉണ്ടാക്കിയ ട്രാൻസ്ജെൻഡറിനെ ഒന്ന് നേരിൽ കണ്ട് മാപ്പ് പറഞ്ഞാൽ കൊള്ളാമെന്ന്? ഓ, ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നോ? യെസ്, പറഞ്ഞിരുന്നു. സാറിന് ഓർമ്മയില്ലേ? ആഹാ, യെസ്, ഞാൻ ഓർക്കുന്നുണ്ട്. എന്നിട്ട് എന്തായി? അവർ കണ്ടോ? കണ്ടു സാർ. സാറിൻ്റെ ഈ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞു. പക്ഷേ അവർക്ക് അതിലൊന്നും താല്പര്യമില്ല. നേരിട്ട് കണ്ട് ക്ഷമ പറയേണ്ട കാര്യമൊന്നുമില്ലെന്ന് അവർ പറയുന്നത്. അവർക്കതാണ് താല്പര്യമെങ്കിൽ then leave it. നമ്മൾ ആ ടോപ്പിക് ഇവിടെ ക്ലോസ് ചെയ്യുന്നു അല്ലേ? അതെ സാർ. അല്ല, അത് പറയാൻ വേണ്ടിയാണോ നന്ദൻ ഇവിടെ വരെ വന്നത്? അതെന്നൊന്നും ആവശ്യമില്ലായിരുന്നു. ജസ്റ്റ് ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നു? അത് സാരമില്ല സാർ. എന്തായാലും എനിക്ക് ഈ വഴി പോകണമായിരുന്നു. പിന്നെ സാറിനെ മാഡത്തിനൊന്ന് കണ്ടിട്ട് പോകാലോ എന്ന് കരുതി. നന്ദൻ ഇരിക്ക്, ഞാൻ കുടിക്കാനെടുക്കാം. അയ്യോ വേണ്ട മാഡം, ഞാൻ പറഞ്ഞല്ലോ ഒരാളെ കാണാൻ പോകുന്നതിൻ്റെ കൂട്ടത്തിൽ ഇവിടെ കയറിയെന്നേ ഉള്ളൂ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ സാർ, എൻ്റെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യാം. ശരി, താങ്ക്സ് ഫോർ ദ വിസിറ്റ്. ഓക്കെ. ഓക്കെ സാർ. ശരി മാഡം. ആ, ഹലോ, അയാൾ പോയി. എന്താ നന്ദാ, എന്താ പ്രശ്നം? അപ്പുന് എന്താ പറ്റിയത്? ഏയ്, പേടിക്കാനൊന്നുമില്ല മാഡം. അപ്പു സേഫായി ഹോസ്പിറ്റലിൽ തന്നെയുണ്ട്. അപ്പുവിൻ്റെ സർജറിയുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. എങ്കിലാ കാര്യം നന്ദന് ഫോൺ ചെയ്ത് അറിയിച്ചാൽ മതിയായിരുന്നല്ലോ. സോറി, അങ്ങനെ ഫോണിൽ കൂടെ അറിയിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നി. അതുമാത്രമല്ല,
മാഡത്തിനെ നേരിൽ കാണേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പൂൻ്റെ സർജറി ഡോക്ടർ സ്റ്റെല്ല മേരിയാണ് അറ്റൻഡ് ചെയ്യുന്നതെന്ന് അറിയാലോ. യൂട്രസ് റിമൂവൽ സെക്സ് റീ അസൈൻമെൻറ്റ് സർജറിയുടെ ഭാഗമാണെങ്കിലും അപ്പൂനിപ്പോൾ അത് ശാരീരികമായ ഒരു അസുഖത്തിൻ്റെ ഭാഗമായാണ് നടത്തേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർജറി മേൽപ്പറഞ്ഞ ലിംഗമാറ്റ ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ട് കൂട്ടാനാകില്ല. അതുകൊണ്ട് തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരു ലീഗൽ ഹയർഡ് പാരൻഷിപ്പിന് അവിടെ വാലിഡിറ്റി ഇല്ലാതാവും. അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്ദൻ? ഈ സാഹചര്യത്തിൽ എനിക്ക് അപ്പുവിനോടൊപ്പം ഹോസ്പിറ്റലിൽ എങ്ങനെയാ? ആ കാര്യമൊക്കെ ഞാൻ ഡോക്ടർ സ്റ്റെല്ലയോട് വിശദമായിട്ട് സംസാരിച്ചു. ഡോക്ടർക്ക് അപ്പുവിൻ്റെ ഹിസ്റ്ററി കുറച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് അവരതിൽ കൺവിൻസ്ഡുമാണ്. പക്ഷെ സർജറിക്ക് മുന്നോടിയായി രക്ഷകർത്താവ് സമ്മതപത്രത്തിൽ സൈൻ ചെയ്യണമല്ലോ. അതും ബ്ലഡ് റിലേഷനിലുള്ള ആൾ തന്നെ സൈൻ ചെയ്യും വേണം. നമ്മുടെ പ്രത്യേക സാഹചര്യം വെച്ച് മാഡത്തിൻ്റെ ഒരു സൈൻ ഉണ്ടെങ്കിൽ മാനേജ്മെൻറ്റിനെ കാര്യങ്ങൾ കൺവിൻസ് ചെയ്തോളാമെന്ന് ഡോക്ടർ സ്റ്റെല്ല അറിയിച്ചിട്ടുണ്ട്. സൈൻ ചെയ്യാനുള്ള അഗ്രിമെൻറ്റും എൻ്റെ കൈവശം തന്നയച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരിക്കലും വീട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് പണിക്കർ സാറിൻ്റെ മുമ്പ് വെച്ച് ഒപ്പിടിക്കാൻ പറ്റില്ലല്ലോ. ഈ സാഹചര്യത്തിൽ മാഡത്തിനെ ഹോസ്പിറ്റലിലേക്ക് വരുത്താനും പറ്റില്ല. പിന്നെ എൻ്റെ മുമ്പിൽ ഇതേ ഒരു വഴിയുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്തും വരട്ടെ എന്ന് കരുതി ഇങ്ങനൊരു ബുദ്ധി പ്രയോഗിച്ചത്. ഇവിടെ ഒന്ന് സൈൻ ചെയ്യണം മാഡം. ഇവിടെ അപ്പുവിന് വേണ്ടി ഈ ഗതികെട്ട അമ്മ ഈശ്വരനോട് മനമുരുകി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയണേ. അല്ലാതെ അപ്പുവിന് വേണ്ടി എനിക്കൊന്നും ചെയ്യാനാവുന്നില്ലല്ലോ. അതൊന്നും ഓർത്ത് മാഡം വിഷമിക്കണ്ട. അപ്പുൻ്റെ മാഡത്തിൻ്റെ അവസ്ഥ ഞങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ മനസ്സിലാവുമല്ലോ. അതുകൊണ്ടല്ലേ ഔട്ട് ഓഫ് ദ വേ ആണെങ്കിലും ഡോക്ടറും ഇങ്ങനൊരു കാര്യത്തിന് സമ്മതിച്ചത്. എന്നാ സർജറി? മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ നാളെ തന്നെ ഉണ്ടാവും. മാഡം വന്നത് പണിക്കർ സാർ അറിഞ്ഞിട്ടില്ലല്ലോ? ഇല്ല. പണിക്കർ സാറിന് അപ്പുൻ്റെ കാര്യത്തിൽ ഇതുവരെ സംശയമൊന്നുമില്ലല്ലോ അല്ലേ? അങ്ങനെ തീർത്ത് പറയാൻ പറ്റില്ല നന്ദ. ഞാൻ കാര്യമായിട്ട് എന്തോ VPയിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെന്ന് VPക്ക് നല്ല സംശയമുണ്ട്. പ്രത്യക്ഷമായും പരോക്ഷമായും അതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുന്നുമുണ്ട്. അതുകൂടാതെ BP എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടാൻ ക്ലീനിങ് എന്ന പേരിൽ വീട് മുഴുവൻ അരിച്ചു പെറുക്കുന്നുമുണ്ട്. ഇതിനു മുമ്പ് VP എനിക്കെതിരെ ഫയൽ ചെയ്ത ഡിവോഴ്സ് പെറ്റീഷന്റെ ഫെയർ കോപ്പി VPയുടെ ബ്രീഫ് കേസിലുണ്ടായിരുന്നു. ഞാനത് എടുത്ത് മാറ്റിയതാ. പക്ഷേ VP എങ്ങനെയോ അത് കണ്ടുവെന്ന എൻ്റെ സംശയം. എന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ? ഞങ്ങൾ തമ്മിൽ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കാര്യത്തിന് വഴക്കിട്ടോ എന്ന് VP എന്നോട് ചോദിച്ചു. ആ ചോദ്യം ഈ പെറ്റീഷൻ കണ്ടിട്ടാവുമെന്നാ എൻ്റെ പേടി. ഏയ്, അത് സാറ് വെറുതെ ചോദിച്ചതാവും. മാഡത്തിൻ്റെ മനസ്സിൽ ഈ പേടി കിടക്കുന്നുണ്ട് തോന്നിയതാവും. എന്നാൽ മാഡം ഇനി ലേറ്റ് ആക്കണ്ട, വേഗം പോയിക്കോളൂ. ഞാൻ സൗകര്യം പോലെ വിളിക്കാം. നന്ദൻ ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ സമയം പോലെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി മാഡം, ഞാൻ പൊക്കോട്ടെ. ഗീത, താനിതെവിടെ പോയതാ? ഞാനൊന്ന് പുറത്തു പോയി. എന്താ കാര്യം? അത് പിന്നെ നന്ദൻ വിളിച്ചിരുന്നു. എന്തിന്? അയാളുടെ പേഴ്സ് മിസ്സായെന്ന് പറഞ്ഞു. അത് ഇവിടെ വെച്ചാണോ എന്നൊരു സംശയം. കാറിൽ നിന്ന് ഇറങ്ങുന്ന വഴി പോക്കറ്റിൽ നിന്നെങ്ങാനും പോയതാണോ എന്ന് നന്ദനൊരു സംശയം പറഞ്ഞു. ഞാൻ ചെന്ന് നോക്കുമ്പോൾ നന്ദൻ സംശയിച്ചതുപോലെ തന്നെ പേഴ്സ് മുറ്റത്തുണ്ടായിരുന്നു. ഞാനത് അയക്ക് കൊണ്ട് കൊടുക്കാൻ പോയതാ. ഓ, ഇതാണോ കാര്യം? ഞാൻ ആലോചിച്ചു ഞാനൊന്ന് വാഷ്റൂമിൽ കയറിയ സമയം കൊണ്ട് താനിതെവിടെ പോയെന്ന്. താനെന്താ എന്നോട് പറയാതെ പോയത്? എന്നിട്ട് പേഴ്സ് കിട്ടിയപ്പോൾ നന്ദൻ ഹാപ്പി ആയോ? യെസ്, എന്നോട് താങ്ക്സും പറഞ്ഞു. ഭാഗ്യം, അത് തൻ്റെ കണ്ണിൽ തന്നെ പെട്ടല്ലോ. അത് നന്നായി. ഗീത,
താനീ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാൻ എനിക്ക് നിഷ്പ്രയാസം പറ്റും. എന്താ, ഞാനൊന്ന് ശ്രമിച്ചു നോക്കണോ ഗീത? ഹോസ്പിറ്റലിൽ എനിക്ക് ബോധം തെളിഞ്ഞ നിമിഷം മുതൽ, അതുമല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തിൻ്റെ ഒരു അംശം ഞാൻ മറന്നു എന്ന് തനിക്ക് മനസ്സിലായ ആ നിമിഷം മുതൽ താൻ എന്നിൽ നിന്ന് കാര്യമായിട്ട് എന്തോ ഒളിക്കുന്നുണ്ട്. എന്താ, ഞാൻ പറഞ്ഞ ഗീതയ്ക്ക് നിഷേധിക്കാമോ? എന്നിൽ നിന്ന് താനിങ്ങനെ ഒളിച്ചു വെക്കുന്നത് എന്താണെന്നോ എന്തിനാണെന്നോ എനിക്കറിയില്ല. പക്ഷെ തൻ്റെ ഈ വ്യഗ്രതയും വേവലാതിയും കാണുമ്പോൾ ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്. അതെന്തായാലും നമ്മുടെ ജീവിതത്തെ കാര്യമായി ബാധിക്കുന്ന എന്തോ ഗുരുതരമായ കാര്യമാണ്. ശരിയല്ലേ ഗീത? ഒരു കാര്യത്തിൽ ഞാൻ തന്നെ സമ്മതിക്കുന്നു കേട്ടോ. എൻ്റെ ന്യായമായ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ പെട്ടെന്നൊരു കഥയുണ്ടാക്കി എന്നെ വിശ്വസിപ്പിക്കാനുള്ള തൻ്റെ മിടുക്ക്, അത് അപാരം തന്നെ. ഇതിനു മുമ്പ് എനിക്ക് പരിചയമുള്ള ഗീതാലക്ഷ്മി ഇത്ര ഭാവനാസമ്പന്നയായ സ്ത്രീ ആയിരുന്നില്ല. എന്റെ ഭാര്യയ്ക്ക് ഈ കഴിവ് കിട്ടിയത് കഴിഞ്ഞ 1.5 വർഷത്തിനുള്ളിലായിരിക്കും അല്ലേ? ഞാൻ വേണ്ട, വിശദീകരിച്ച് ബുദ്ധിമുട്ടണ്ട. നമുക്ക് ഈ ഒളിച്ചുകളി തുടരാം. നല്ല രസമുണ്ട്. എന്നിൽ നിന്ന് ഒളിക്കാൻ താൻ പറയാതെ തന്നെ ആ രഹസ്യം കണ്ടുപിടിക്കാൻ ഞാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. രണ്ടിലൊരാൾ ജയിക്കുന്നവരെ നമുക്ക് ഈ കളി തുടരാം. ഗുഡ് ലക്ക് ഗീത, ഗുഡ് ലക്ക്. നീ വന്നിട്ട് കുറെ നേരമായോ? മമ്മി എവിടെ പോയിരുന്നു? ഞാൻ മാളുവിന്റെ വീട് വരെ പോയിരുന്നു. എന്നിട്ട് തനിച്ചാണ് വന്നത്? മരുമോൾ എവിടെ? വന്നില്ലേ കൂടെ? അവള് പിന്നെ വന്നോളാന്ന് പറഞ്ഞു. പിന്നെ എപ്പോ? അത് പറഞ്ഞില്ലേ? അങ്ങനെ നേരവും നാളും ഒന്നും അളന്നുകുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. അവൾക്ക് വരണമെന്ന് തോന്നുമ്പോ മാളു ഇഞ്ഞു വന്നോളൂ. മമ്മിക്ക് തെറ്റി. അവള് വരില്ല. വരാൻ അവളുടെ വാശി സമ്മതിക്കില്ല. മമ്മി രാവിലെ പറഞ്ഞല്ലോ, എനിക്കാണ് ഈഗോയും ദുരഭിമാനവും ഒക്കെ എന്ന്. അത് എന്നെക്കാൾ കൂടുതലുള്ളത് ആർക്കാണെന്ന് ഇപ്പൊ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടല്ലോ അല്ലേ? അതിന് മാളു എന്നോട് ആ രീതിയിൽ പെരുമാറിയെന്ന് നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ ജോബിൻ. പിന്നെന്തിനാ നീ എഴുതാപ്പുറം വായിക്കുന്നത്? അവളിപ്പോ ഇവിടേക്ക് വരാത്തതിന് അവൾക്ക് അവളുടേതായ കാരണങ്ങളുണ്ട്. അത് സത്യസന്ധമായ കാരണങ്ങളാണെന്ന് എനിക്കും തോന്നി. വേണ്ട മമ്മി, മരുമോളെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്റെ മുന്നിൽ മമ്മി വല്ലാതെ ബുദ്ധിമുട്ടണ്ട. എന്ത് പറഞ്ഞാവും മമ്മി അവളെ മടക്കി അയച്ചതെന്ന് എനിക്ക് ഊഹിക്കാനാവും. അതിന് ഒരു ന്യായീകരണവും ഇല്ലെന്ന് മമ്മിക്കും അറിയാം. എന്നിട്ടും മമ്മി മാളുവിന്റെ പക്ഷം പിടിക്കുക. ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നതല്ല ജോബിൻ. നിനക്കത് മനസ്സിലാകാഞ്ഞിട്ടാ. ഒരാളുടെ വാക്കും പ്രവൃത്തിയും അയാൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ തീവ്രമായിട്ടാവും മറ്റൊരാളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്നതെന്ന് അങ്ങനെ ഒരു അനുഭവം വരുമ്പോഴേ നിനക്ക് മനസ്സിലാവൂ. ഇന്നും മാളു എന്റെ ഒപ്പം വരാൻ വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ അവളിലെ പെണ്ണിന്റെ, ഭാര്യയുടെ മനസ്സ് അത്രമേൽ മുറിവേറ്റിരിക്കുന്നെന്ന് തന്നെയാ അതിന്റെ അർത്ഥം. എന്നിട്ടും അവള് നിന്നെ കുറ്റപ്പെടുത്തിയല്ല സംസാരിച്ചത്. നിന്നോടുള്ള സ്നേഹക്കുറവുകൊണ്ടല്ല അവള് വരാത്തത്. മനസ്സിൽ നീ ഏൽപ്പിച്ച മുറിവുമായി നിന്റെ മുന്നിൽ അഭിനയിച്ച് ജീവിക്കാൻ കഴിയാത്തതുകൊണ്ടാ. മനസ്സും മനസാക്ഷിയൊക്കെ അവൾക്ക് മാത്രമേ ഉള്ളൂ മമ്മി. എന്റെ തെറ്റ് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അതിലേക്ക് എന്നെ നയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതിന് അവളും കൂടി ഉത്തരവാദിയാ. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉറക്കപ്പായിൽ നിന്ന് ഉണർന്നെഴുന്നേറ്റ് ഞാൻ അവളെ സംശയിച്ചു തുടങ്ങിയതല്ല. അതാരും മനസ്സിലാക്കുന്നില്ല. അഥവാ മനസ്സിലാക്കിയാലും പറയുകയില്ല. ജോബിൻ, മമ്മി, ഒരു കാര്യം ഞാൻ പറയാം. മമ്മിയോടൊപ്പം ഇന്നവള് വരാൻ കൂട്ടാക്കിയില്ലല്ലോ. ഇനി ഇവിടെ നിന്ന് ആരും, മമ്മിയോ ഞാനോ ആരും, ഇതേ ആവശ്യമായിട്ട് അങ്ങോട്ട് പോവില്ല. അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ വന്നാൽ മതി. ഇനി വന്നില്ലെങ്കിൽ അതും ഓക്കെ. പക്ഷേ ഇനി ഈ കാര്യവും പറഞ്ഞ് നാണം കെടാൻ ഞാൻ അറിയാതെ മമ്മി പോകരുത്. അങ്ങനെ പോയാൽ പിന്നെ ഞാൻ ഈ വീട്ടിലേക്ക് വരില്ല, പറഞ്ഞേക്ക്. ജോബിൻ,